വെൽക്കം. എൽ നൈറ്റിംഗേലിൻ്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു പ്രഭാഷണത്തെക്കുറിച്ച് സംസാരിച്ചു നേരത്തെ. ഇനി എങ്ങനെയാണത് നടപ്പിലാക്കേണ്ടത്, ഡെയിലി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം കൊണ്ടുവരാം? ചിന്ത, വിശ്വാസം, ഫോക്കസ്, ലക്ഷ്യം, ഡയറക്ഷൻ, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, ഡയറക്ഷൻ ഉണ്ടാക്കുക, അത് പൂർണ്ണമായി വിശ്വസിക്കുക. ഇത് നാം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം 30 ദിവസം ഡെയിലി നാം എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൽ നൈറ്റിംഗേൽ പറയുന്നത്. ഈ ചിന്തകൾ നാം ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രകൃതി നിയമമാണ്, യൂണിവേഴ്സൽ ലോ ആണ്. ഐസക് ന്യൂട്ടൻ്റെ ലോ ഉണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും പ്രതിഫലം ഉണ്ടാകും. ആക്ഷൻ ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. അത് വിശ്വസിക്കുക. പഠിച്ചാൽ മാർക്ക് കിട്ടും. സ്കില്ലുണ്ടെങ്കിൽ നല്ല പെർഫോം ചെയ്യാൻ സാധിക്കും. നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. ഇത് 100% ഷുവറാണ്. അതുകൊണ്ട് ഇത് 30 ദിവസം തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 5 പ്രിൻസിപ്പിളാണ് ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാം ചിന്തിക്കേണ്ടത്. ഒന്ന്, ചിന്തയെ മനസ്സിലാക്കുക. നാം ഫീഡ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മനസ്സിലേക്ക് എന്താണ് നാം കൊടുക്കുന്നത്? പോസിറ്റീവായ ചിന്തയാണ്, നെഗറ്റീവായ ചിന്തയാണ്? തീർച്ചയായും ചിന്തിക്കുക. രണ്ടാമത്തെ, ലക്ഷ്യമുണ്ടാക്കുക. 3, ഭാവനയെ അഴിച്ചു വിടുക. ചെറുതായി ചിന്തിക്കരുത്, വലിയതായി ചിന്തിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ ആശയങ്ങൾ ചിന്തിക്കുക. 4, വിശ്വസിക്കുക. തീർച്ചയായും വിശ്വസിക്കുക. 10% നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുക. ഈ 5 പ്രിൻസിപ്പിൾ എൽ നൈറ്റിംഗേലിൻ്റെ പ്രഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. 30 ഡേയ്സ് ആക്ഷൻ ചെയ്യുക. തയ്യാറാണോ? ഞാൻ എൻ്റെ 10x ഗ്രോത്ത് മാസ്റ്റർ പ്രോഗ്രാമിൽ 21 ദിവസത്തെ മാസീവായിട്ടുള്ള ആക്ഷൻസിലൂടെ മാസീവായ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 30 ദിവസം ഈ എൽ നൈറ്റിംഗേലിൻ്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ? 30 ഡേയ്സ് ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ലക്ഷ്യത്തെ കൃത്യമായി എഴുതുക. റൈറ്റ് ഇറ്റ് ക്ലിയർലി. എൻ്റെ ലക്ഷ്യം വളരെ സ്പെസിഫിക് ആയിരിക്കുക. എനിക്ക് കോടീശ്വരനാണെന്ന് എഴുതിയിട്ട് കാര്യമില്ല, എനിക്ക് ജോലി കിട്ടണമെന്ന് എഴുതിയിട്ട് കാര്യമില്ല, എനിക്ക് വീട് വേണമെന്ന് എഴുതിയിട്ട് കാര്യമില്ല, എനിക്ക് വിദേശത്ത് പോകണമെന്ന് എഴുതിയിട്ട് കാര്യമില്ല. എന്ന്, എവിടെ, എപ്പോൾ, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന രീതിയിൽ എന്നുള്ളത് സ്പെസിഫിക്കായി എഴുതുക. 3, വിഷ്വലൈസ് ചെയ്യുക. ഇത് നടന്നതായി പ്രസൻറ്റ് ടെൻസിൽ നാം ചിന്തിക്കുക. നടന്നതായി ചിന്തിക്കുക. എപ്പോഴും ഈ എഴുതിയത് വായിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. എപ്പോഴൊക്കെ വായിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ഈ എഴുതിയിരിക്കുന്നത് വായിക്കുക. ഓർക്കുക, ശക്തമായ ഡിസയർ ആവശ്യമാണ്, ശക്തമായ ആഗ്രഹം ആവശ്യമാണ്. ഭയം ഒരിക്കലും പാടില്ല. ഫാൾസ് ഈവൻസ് അപ്പിയറിങ് റിയൽ എന്നുള്ളതാണ് ഫിയറിൻ്റെ ഫുൾ ഫോം എന്ന് തന്നെ പറയുന്നത്. ഭയം പാടില്ല. ഫിയർ ഇല്ലാതെ ഡിസൈഡ് ചെയ്യുക. ഇനി ശക്തമായ തീരുമാനം വേണം. എന്നാൽ മാത്രമേ 100-ൽ 5% ആളുകൾ, അല്ലെങ്കിൽ 5% ആളായി മാറുവാൻ സാധിക്കുള്ളൂ. ഡോണ്ട് വറി അബൌട്ട് ഹൗ, എങ്ങനെ നടക്കുമെന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എങ്ങനെ വേണം എന്നുള്ളത് വന്നുകൊള്ളും. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ശക്തമായി ആഗ്രഹിക്കുക, അത് തീർച്ചയായും വന്നുകൊള്ളും. ഇനി ചിന്തിക്കേണ്ടത് ആസ്ക്, സീക്ക്, നോക്ക്. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ തുറക്കും. അത് തീർച്ചയായും നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിലൊരു മിറാക്കിളായിട്ടാണ് ഈ ചിന്തയെ പറയുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, യാചിപ്പിൻ കിട്ടും. ഇത് എനിക്ക് വേണമെന്നുള്ള ശക്തമായ ആഗ്രഹത്തിൻ്റെ ഒരു ഉദാത്തമായ ആവിഷ്കാരമാണിത്. മുട്ടുവിൻ, അന്വേഷിപ്പിൻ, യാചിപ്പിൻ. അത് ഇത്രയും വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കൂ. ദ്രാത്തി പറയുന്നുണ്ട്, വേക്കപ്പ് ആൻഡ് ലൈഫ്. ഇനിയും നാം തളർന്നു കിടക്കരുത്, ഇനിയും നാം വീണ് കിടക്കരുത്. ഇപ്പോഴെങ്കിലും എഴുന്നേൽക്കണം, ഇനിയും മുന്നോട്ട് പോകണം. വിശ്വാസവും സ്ഥിരോത്സാഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. നമ്മിൽ തന്നെ വിശ്വാസം ഉണ്ടാക്കുക, ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക, സ്ഥിരോത്സാഹം ഉണ്ടാക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഒരു കാർഡ് എടുക്കുക. കാർഡിൻ്റെ ഒരു വശം, അല്ലെങ്കിൽ ബുക്കായിരിക്കാം, ബുക്കിൽ ഒരു വശത്ത് നിങ്ങൾ ലക്ഷ്യം കൃത്യമായി സ്പെസിഫിക്കായി എഴുതുക. മറ്റു വശത്ത് അഫർമേഷൻ എഴുതുക. ഇത് ഞാൻ നേടിയതായിട്ട് പല രീതിയിൽ എഴുതുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമെങ്കിൽ ഞാൻ ഇന്ന രാജ്യത്ത് ഇന്ന ദിവസം ഇന്ന കാര്യത്തിന് എത്തിയിരിക്കുന്നു. ഇത് 2-3 തരത്തിൽ എഴുതുക. അത് റിപ്പീറ്റഡായി വായിക്കുക. ഇപ്പോൾ ഈ കാർഡ്, ഗോൾ കാർഡ് എന്ന് പറയുന്നത്, ഈ ഗോൾ കാർഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റു പ്രധാനപ്പെട്ട കാര്യം, നാം ഇത് വായിക്കുക എന്ന് മാത്രമല്ല, പോസിറ്റീവായ ചിന്തകൾ നമ്മിലേക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് തോട്ടാണ് പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. നാം നമ്മുടെ മനസ്സിൽ 2ആയി സങ്കല്പിക്കുക. ഒരു ചെന്നായിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. 2 ചെന്നായ ഉണ്ടായിരുന്നു.
ഇതിലേത് ചെന്നായാണ് അതിജീവിക്കുന്നത് ചോദിച്ചപ്പോൾ അധികം ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെന്നായി അതിജീവിക്കും, മറ്റ് ചെന്നായി മരിക്കും. അതുകൊണ്ട് എന്താണ് നാം കൊടുക്കുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ദുഷ്ടത കൊടുക്കുന്നെങ്കിൽ ദുഷ്ടത വിളയും, നന്മ കൊടുക്കുന്നെങ്കിൽ നന്മ വിളയും. അതുകൊണ്ട് നന്മയുടെ വിത്ത് വിതറുവാനായിട്ട്, വാക്കുകൾ വിതറാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കും. അതിന് പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കാം, മോട്ടിവേഷൻ വീഡിയോ കേൾക്കാം, പക്ഷേ ഒത്തിരി കേട്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായി ഇത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഏൽ നൈറ്റിംഗേലിൻ്റെ ഞാൻ പറഞ്ഞ ഓഡിയോ ടിപ്പ് മാത്രം കേട്ടാലും എല്ലാ ദിവസവും ഒന്ന് കേട്ടാൽ ധാരാളം നന്നായിരിക്കും. രാവിലെയും വൈകിട്ടും കേൾക്കുക. ചില ചിന്തകൾ ഒഴിവാക്കുക. ഫിയർ, ആങ്സൈറ്റി, ഡൗട്ട്, ഭയം, ആശങ്ക, സംശയം പാടെ ഒഴിവാക്കുക. ഇതെല്ലാം സ്വയം ചെയ്യേണ്ടതാണ്. വിജയം എന്ന് പറയുന്നത് സ്വയമായി ചെയ്യേണ്ടതാണ്. ഡെലിബറേറ്റായി എഫേർട്ട് ഇടേണ്ട ആവശ്യമാണ്. ഇത് റിപ്പീറ്റ് ചെയ്യുക, 30 ദിവസം തുടർച്ചയായി ചെയ്യുക. മാറ്റം എന്തായാലും ഉണ്ടാകും, മാറ്റം ഉറപ്പായും ഉണ്ടാകും. 30 ദിവസം ചെയ്യുക. അത് ചെയ്യുന്നത് വരെയും നടക്കുന്നത് വരെയും ഞാൻ ചെയ്യുമെന്നുള്ള ചിന്തയാണ് ഏറ്റവും നല്ലതെന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എൻ്റെ മനസ്സിൽ എത്രമാത്രം സമാധാനമുണ്ട്, എത്രമാത്രം വിശ്വാസമുണ്ട്, അതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും നാം വിജയത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് ആവശ്യമില്ല, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് ആവശ്യമില്ല. വിജയിച്ച ശേഷമാണ് പണം ഉണ്ടാക്കുന്നത്. പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല, പണം ഉണ്ടാക്കാൻ നാം ക്രേവ് ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഈ കാര്യങ്ങൾ ചെയ്യുക, ലക്ഷ്യത്തിലെത്തുക, അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വിജയം വരും. അതിനാണ് നാം സർവീസ് ചെയ്യുക, നാം കർമ്മം ചെയ്യുക, ആക്ഷൻ ചെയ്യുക, അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായും ഏൽ നൈറ്റിംഗേലിൻ്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന വിചിത്രമായ രഹസ്യം നമുക്ക് മനസ്സിലാക്കുവാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും വിജയിക്കുവാനും സാധിക്കട്ടെ. ഓൾ ദ